സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിരിഷ. ഗംഭീരമായ ചർച്ചകൾ, മുതലാളിത്തത്തിനെതിരെ ബദൽ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള നിരവധിയായ പ്രമേയങ്ങൾ, ചർച്ചകൾക്കൊക്കെ വേദിയായ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ. ഈ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ വെനിസ്വേലയിലെ ആക്രമണത്തെ അപലപിക്കേണ്ടതും. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും CITU സമ്മേളന വേദിയായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇന്ന് CITUയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം സമാപിക്കുന്നത്. വിശാഖപട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിഞ്ഞുകൊണ്ട് തൊഴിലാളി റാലി, മഹാറാലി തന്നെയായിരിക്കും അവിടെ സംഘടിപ്പിക്കാനിരിക്കുന്നത്. പറയൂ. വിനിഷ, തൊഴിലാളി മഹാറാലിയെ വരവേൽക്കാൻ വേണ്ടി വിശാഖപട്ടണം നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ തുറമുഖ നഗരം ഇന്ന് വൈകുന്നേരം ചെമ്പട്ടണിയും ഉച്ചക്ക് 2 മണിയോടുകൂടി അംബേദ്കർ സ്റ്റാച്യു RTC പരിസരത്ത് നിന്നാണ് തൊഴിലാളി റാലി ആരംഭിക്കുന്നത്. ഇത് മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്താണ് പൊതുസമ്മേളനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 1.5 ലക്ഷം തൊഴിലാളികൾ ഈ റാലിയിൽ അണിനിരക്കും എന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ ബഹുജന പിന്തുണയോടുകൂടി നടന്ന 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ഈ വിശാഖപട്ടണത്തെ തൊഴിലാളികളുടെ CITUവിൻ്റെ സംഘടനാ ശേഷി വിളിച്ചോതുന്ന തരത്തിലുള്ള മഹാപ്രകടനത്തോടുകൂടി, മഹാറാലിയോടുകൂടിയായിരിക്കും അവസാനിക്കുന്നത്. മാത്രമല്ല, ഈ സമ്മേളനം അവസാനിക്കുന്നതോടുകൂടി ഒരു പുതിയ ഊർജമായിരിക്കും CITUവിന് ലഭിക്കുന്നത്. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളുമെല്ലാമാണ് ഈ 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ നടന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ, മോദി സർക്കാർ നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശം, കർഷക തൊഴിലാളികളും നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങി സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയാണ് CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലുണ്ടായത്. ഈ ചർച്ചകൾക്ക് ഇന്ന് ജനറൽ സെക്രട്ടറി തബൻസൻ രാവിലെ മറുപടി പറയും. അതിനുശേഷം ഈ റിപ്പോർട്ടുകൾ സമ്മേളനം അംഗീകരിക്കും. അതിനുശേഷമായിരിക്കും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുണ്ടാവുക. പുതിയ കമ്മിറ്റിയെയും വർക്കിംഗ് കമ്മിറ്റിയെയും ജനറൽ കൗൺസിലിനെയും അതോടൊപ്പം തന്നെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സമ്മേളനം തിരഞ്ഞെടുക്കും. ഈ പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ള കടമകളും ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തിനായിട്ടുള്ള, അവർക്കെതിരെ നടക്കുന്ന ചൂഷണം അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നാന്ദി കുറിക്കുന്ന ഒരു ദിവസം കൂടിയായി മാറും ഇന്ന് ഈ സമ്മേളനം അവസാനിക്കുന്ന ദിവസം. ഏതായാലും ഈ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനമായും അടിയന്തരമായി CITU ഏറ്റെടുക്കേണ്ട ചുമതലകളെ, ബദലുകളെയും ദൗത്യങ്ങളെയും സംബന്ധിച്ച ചർച്ച വളരെ ക്രിയാത്മകമായിരുന്നു. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുമ്പായി അടിയന്തര തൊഴിലാളി സമൂഹത്തിന് വേണ്ടി CITU നേടിയെടുക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നലെ നടന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രതിനിധികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഏതായാലും രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് വലിയ നവോന്മേഷം പകരുന്ന സമ്മേളനത്തിനാണ് ഇന്ന് വിശാഖപട്ടണത്ത് തിരശ്ശീല വീഴുന്നത്. വിനിഷ. ശരി, ഏതായാലും വിശാഖപട്ടണത്ത് തത്സമയം സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു M. സന്തോഷ്.